ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊന്നും ഇടാത്തത്. അപ്പോൾ അതൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ദോശയും പിന്നെ അതുപോലെ തന്നെ സാമ്പാറുമാണ് വെക്കുന്നത്. അപ്പോൾ ദോശയ്ക്ക് ഇപ്പം നവരാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് തലേ ദിവസത്തെ ചോറൊന്നും എടുത്ത് അരക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് അവലെടുത്തിട്ട് ഒന്ന് കഴുകിയെടുത്ത് ആദ്യത്തെ വെള്ളം കളഞ്ഞതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കതൊന്ന് അരിയുടെ കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നവരാത്രി വ്രതം എടുത്തിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ നവരാത്രി വ്രതങ്ങൾ? അപ്പോൾ ഞാനിവിടെ തലേ ദിവസത്തെ ഭക്ഷണങ്ങളോ ഒന്നും എടുക്കാതെ കൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ടാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുക. കുളിച്ചിട്ട് മാത്രം ഭക്ഷണം ഉണ്ടാക്കുക, അതുപോലെ തന്നെ കുളിച്ചിട്ട് കഴിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടുത്തെ നവരാത്രി വ്രതങ്ങൾ. അതുപോലെ തന്നെ മത്സ്യവും മാംസം മുട്ട ഇതൊന്നും പിന്നെ ഈ ഒരു നവരാത്രി ദിവസം നമ്മൾ ഉപയോഗിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നവരാത്രി വ്രതം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു സാമ്പാറാണ്, ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. അപ്പോൾ തേങ്ങയൊന്നും വറുത്തരക്കാതെ കൊണ്ട് തന്നെ പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കുന്ന ഒരു സാമ്പാറാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ അരിയൊക്കെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി എടുത്ത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്ത് കുറച്ച് വെള്ളമാക്കിയിട്ട് കലക്കിയെടുക്കുക. അപ്പോൾ സാമ്പാറിനായിട്ട് ഞാൻ ആദ്യം പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഒരു കഷ്ണം വെള്ളരിക്കയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്തിട്ടുണ്ട്. വേവുള്ള പച്ചക്കറികളൊക്കെ ആദ്യം ചേർത്തു. അതിന് ശേഷം നമുക്കിനിയിപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വീണ്ടും അടപ്പ് തുറന്നതിന് ശേഷം തക്കാളി, ഉള്ളി, വെണ്ടക്ക ഇത്രയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു മുരിങ്ങക്കായ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇനി നന്നായി ഒന്ന് തിളക്കുമ്പോഴേക്കും പുളി പിഴിയാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പുളിയും കൂടി ഒന്ന് പിഴിഞ്ഞ് വാർന്ന് നമുക്ക് കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടി ഒന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ രാവിലത്തെ ദോശക്കുമായി ഉച്ചക്കത്തെ ചോറിനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ദോശ ചൂടാനായിട്ട് പിന്നെ ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ഉള്ളൊരു ദോശയാണ്, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ മിക്ക വീടുകളിലും എല്ലാ ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലുള്ള ദോശയാണ്. അപ്പോൾ അത് ഞാൻ സാമ്പാറിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ഇട്ട് വാങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ കടുകും കൂടെ ഒന്ന് താളിച്ചിടാം. അപ്പോൾ തേങ്ങ വറുത്തരക്കാതെ കൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയത്. അപ്പോൾ തേങ്ങ വറുത്തരക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു ഡാർക്ക് കളറായിട്ട് കിട്ടും സാമ്പാർ. അപ്പോൾ ഇതാ മോന് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അത് കൊടുത്തതിന് ശേഷം മോനെ ഒന്ന് സ്കൂളിലേക്ക് കൊണ്ടുവിടണം. അപ്പോൾ ഭയങ്കര മഴയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം എന്താ മോനെ സ്കൂളിലേക്ക് കൊണ്ടുവിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അത്രയധികം മഴയില്ലെങ്കിലും കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും നല്ല മഴയാണ്. സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ മാത്രമേ കൊണ്ടുവിടാറുള്ളൂ. അപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരിച്ച് വരാൻ നോക്കുമ്പോഴാണ് ബസ് ഇപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാർ കയറാനുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോപ്പിൽ നിന്ന് പകുതി ആൾക്കാരെ മാത്രമേ കയറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതലും കുട്ടികളെ അവിടെ നിർത്തിയിട്ട് അവർ പിന്നെ ഫുൾ പൈസ ഉള്ളവരെ അങ്ങ് പിന്നെ ബസ്സിലേക്ക് കയറ്റി കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ മോനെയും അതുപോലെ മോൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരെയും കൂടി ഒന്ന് അവിടെ സ്കൂളിലേക്ക് ആക്കിയിട്ട് തിരിച്ചു വരിക ചെയ്യുന്നത്. മിക്ക ദിവസങ്ങളിലും തന്നെ കുട്ടികളൊക്കെ കയറാൻ വേണ്ടി പറ്റാറില്ല. ചില സമയങ്ങളിൽ അവർ വേറെ ഏതെങ്കിലും വണ്ടിയിൽ പോവുക ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ഞാനുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവിടും. പിന്നെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതാ ഞാൻ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലത്തെ പണീൻ്റെ ബാക്കിയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ രാവിലെ വാങ്ങി വെച്ച പാല് എന്നെ ഒന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയൊരു കറിയും കൂടെ നമുക്ക് വെക്കാനുണ്ട്. സാമ്പാർ കൂടാതെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വൻപയറും മത്തനും കൂടെ ചേർന്നിട്ടുള്ള ഒരു പിന്നെ കറിയാണ്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ പയർ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം അതൊന്ന് 2-3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു കഷ്ണം മത്തനും പച്ചമുളകും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വിസിലടുപ്പിച്ച് വാങ്ങിക്കാം. അല്ലെങ്കിൽ പിന്നെ കുക്കർ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാവുന്നതാണ്. കാരണം മത്തന് ഒരുപാട് വേവുന്നില്ല. അതിനുശേഷം തേങ്ങയും ജീരകവും കൂടെ ഒന്ന് അരച്ച് ചേർത്തിട്ട് കടുക് പൊട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് പാലൊക്കെ തിളച്ചതിന് ശേഷം ഞാനിവിടെ ചോറ് വെക്കാനായിട്ടുള്ള വെള്ളമാണ് വെക്കുന്നത്. അപ്പോൾ ഇന്ന് റേഷൻ അരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൻ എന്തായാലും വൈകുന്നേരമല്ലേ സ്കൂളിൽ വരുള്ളൂ, അപ്പോൾ സ്കൂൾ വിട്ട് വരുള്ളൂ.
അപ്പോൾ ഞാനും അമ്മയും മാത്രമല്ലേ ഉച്ചയ്ക്ക് ഉണ്ടാവുള്ളൂ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അപ്പോൾ ഇന്ന് റേഷൻ അരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ റേഷനരി വെക്കുമ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രം ചോറ് വെക്കുക. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തിളപ്പിച്ചിട്ട് വാർത്ത് കൊടുത്താൽ മതി. ചോറ് പെട്ടെന്ന് വെന്ത് വരും. അതുപോലെ തന്നെ മത്തനൊക്കെ വെന്തിട്ട് ഞാൻ അതിൻ്റെ അടപ്പൊന്നും തുറന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മത്തൻ ഇട്ട് കൊടുക്കണം. ഒരു കഷ്ണം മത്തനും അതുപോലെ 2 പച്ചമുളകും കൂടിയാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഒരു വിസിലും കൂടെ വരുത്തിക്കാം. അപ്പോൾ അത് ചോറ് ഞാൻ രണ്ടാമത് തിളക്കാനായിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് വാർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ചോറൊക്കെ വാർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കറിയൊന്ന് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അരവും കൂടി ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു കറിക്ക് തേങ്ങ അരക്കുമ്പോൾ അധികം അരഞ്ഞു പോകരുത്. തേങ്ങയും ജീരകവും ഒന്ന് ചതച്ചെടുത്താലും മതിയാകും. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളക്കുമ്പോൾ കടുകും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ഒന്ന് വറുത്തിട്ടാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു കറിക്ക്. അപ്പോൾ അത് അങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം മാത്രമേ തേങ്ങ ഇടാൻ പാടുള്ളൂ. അത് രണ്ടും കൂടി ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് സ്റ്റൗവും തണിയും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം. അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആറിയിടാനായിട്ട് ഞാൻ മുകളിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ പണികളൊക്കെ തീരുന്ന സമയമാകുമ്പോഴേക്കും അലക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.